തിരുവനന്തപുരം വല്യാട്ടുച്ചിറയിൽ കാർണിവലിന് തുടക്കമായി. 31 വരെ ആഘോഷിക്കുന്ന കാർണിവൽ മാണിക്യമംഗലം സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതങ്ങളുടെയും അന്തസത്ത സ്നേഹത്തിന്റെ ബലത്തിലാണ് നിലകൊള്ളുന്നത്. അങ്ങനെ നാടാകെ സ്നേഹവും പ്രതീക്ഷകളും ഉയർത്തിക്കൊണ്ടുവരുന്ന കാർണിവലായി ഈ വല്യാട്ടുച്ചിറ കാർണിവൽ മാറും എന്നുറപ്പാണ്. കാരണം ഇതിൻ്റെ കൂടെ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ ഒത്തുചേരുന്നു. ഇവരെല്ലാം ചേർന്ന് വരുമ്പോൾ അങ്ങനെ നമ്മുടെ ഭാവം എന്താണ്, നമ്മൾ എന്ത് ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഗംഭീരമാക്കാൻ ഈശ്വരൻ നമ്മുടെ കൂടെ നിൽക്കും. ജാതിയുടെയും മതത്തിന്റെയും എല്ലാ മതിൽക്കെട്ടുകൾക്കപ്പുറം സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹനതയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ പ്രതീക്ഷകൾ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ സ്നേഹത്തിന്റെ വെളിച്ചം, ദീപം ഹൃദയങ്ങളിലേക്ക് പകർന്നുകൊടുത്ത് സ്നേഹവും സേവനവും ഒക്കെയാണ് ജീവിതത്തിൽ വളർന്നുയർന്നു വരേണ്ടത് എന്ന ബോധ്യമാണ് തീർച്ചയായും ക്രിസ്തുമസും പുതുവത്സരാഘോഷവും ഒക്കെ നമ്മളിൽ ഓർക്കേണ്ടത്. ക്രിസ്തു പിറന്നു വീണത് പുൽക്കുടിലാണ്. ശ്രീകൃഷ്ണൻ ജനിച്ചത് ജയിലറയിലാണ്. ഇവരൊക്കെ പാവങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവരാണ്. ഈശ്വരൻ എന്നത് സ്നേഹമാണെന്നും ഈശ്വരൻ എന്നത് ധർമ്മമാണെന്നും ഈശ്വരൻ സത്യമാണെന്നും ഈശ്വരൻ ദയയാണെന്നും കാരുണ്യമാണെന്നും ഒക്കെ പഠിപ്പിക്കുകയാണ് എല്ലാ മതങ്ങളും. ജാതിക്കും മതത്തിനും അതീതമായുള്ള ഒത്തൊരുമയാണ് ഒരു നാടിന്റെ നന്മയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നന്മയുള്ളിടത്ത് കലഹത്തിന് സ്ഥാനമില്ലെന്നും അഭിവൃദ്ധി മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ദിനരാത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു നാട് ഒത്തൊരുമയോടെ നിന്നാൽ നാടാകെ വെളിച്ചം വിതറുന്ന പ്രവർത്തന കേന്ദ്രമായി മാറും എന്നതിന്റെ തെളിവാണ് ഈ വല്യാട്ടുച്ചിറ. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ പഞ്ചായത്ത് അംഗം ബിനോയ് കുര്യൻ, കിരൺ ഷാജി, എൽദോസ് M ജോൺ, അനിക്കുട്ടൻ ചിന്താമണി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ വേലത്തിച്ചിറ എന്ന് പറയുന്ന വല്യാട്ടുച്ചിറ കണ്ണെഴുതി തൊട്ട് സുന്ദരിയാക്കുന്നതിന് വേണ്ട കഠിന പ്രയത്നം എന്നോടൊപ്പം ഈ പ്രിയ നാട്ടുകാരും ഒപ്പം നിന്നതുകൊണ്ടാണ് ഇത് ഇത്രയും മനോഹരമാക്കുവാൻ വീണ്ടും നമ്മൾക്ക് ഒത്തുകൂടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാനാജാതി മതസ്ഥരെയും രാഷ്ട്രീയം എല്ലാം വിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ പദ്ധതി വിജയിപ്പിച്ചാൽ ജനപ്രതിനിധികൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കഴിഞ്ഞ തവണ MLA വന്നപ്പോൾ പറഞ്ഞു നമുക്ക് അടുത്ത തവണ ഇതിൻ്റെ വാക്വേ വേണം ഒക്കെ വേണമെന്ന് പറഞ്ഞ് പുള്ളി നോക്കാമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ക്ഷേത്രം ഭാരവാഹികൾ നിവേദനം കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് മിനിമാസ്റ്റ് ലൈറ്റ് MP ഫണ്ടിൽ നിന്ന് MP-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്ഷൻ MP അന്ന് ഇവിടെ പറഞ്ഞിരുന്ന അല്പം വൈകുമെന്ന്, പക്ഷേ നമ്മളതിൻ്റെ ഒപ്പം നിന്ന് അതിൻ്റെ ഇറിഗേഷൻ്റെ പിറവത്ത് പോയി NOC ലഭ്യമാകുക എന്നുള്ളതാണ്. ഇറിഗേഷൻ്റെ സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പിറവത്ത് പോയി നേരിട്ട് പോയി പെട്ടെന്ന് അതിൻ്റെ സാങ്ഷൻ മേടിച്ച് അത് ഇവിടെ സ്ഥാപിച്ചു. ഒരേക്കറിൽ താഴെ വരുന്ന ചിറ അടുത്തിടെയാണ് MP ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചത്.
കാറ്റുകൊള്ളുന്നതിനും കുളിക്കുന്നതിനും മറ്റുമായി ചിറയിൽ നിരവധി പേരെത്തുന്നുണ്ട്. കാർണിവലിന്റെ ഭാഗമായി പടുകൂറ്റൻ പപ്പാനിയെ സ്ഥാപിച്ചു. ചിറയ്ക്ക് ചുറ്റും ക്രിസ്തുമസ് നക്ഷത്രങ്ങളും ലൈറ്റുകളും തൂക്കിയിട്ടുണ്ട്. വിവിധ കലാപരിപാടികളും ഈ ദിവസങ്ങളിൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കാലടി.